മോദിജിയെ വെള്ളിയാഴ്ച കൊല്ലും, തലയിറക്കും എന്നൊക്കെ പറയുന്ന ഈ മനുഷ്യൻ പിടിയിൽ. അതായത് മുസ്ലിമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വെള്ളിയാഴ്ച കൊല്ലുമെന്നൊക്കെ പറഞ്ഞ ഈ മനുഷ്യൻ അവസാനം ഹിന്ദുത്വവാദിയായ മിഥുനാണ്, അല്ലെങ്കിൽ പണ്ട് ഹിന്ദുത്വവാദ ക്യാമ്പുമായി ബന്ധം വെച്ചിരുന്ന മിഥുനാണ് എന്ന് ഇന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് സ്ഥിരമുള്ള നമ്പറാണ്. പോലീസ് ഇയാൾ മനോരോഗിയാണെന്നാണ് ഇപ്പം പറയുന്നത്. അത് സ്ഥിരമാക്കുന്ന മറ്റൊരു നമ്പറാണ്. അതായത് ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ മനോരോഗിയാണെന്ന് പറയും. തീർച്ചയായിട്ടും വർഗീയത ഒരു മനോരോഗമാണ്. ആ മനോരോഗം പുള്ളിക്കുണ്ട്. എന്തായാലും നമ്മുടെ മോദിജിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്. അതിന് പിന്നാലെ പലപ്പോഴും ഹിന്ദുത്വർ നമ്മുടെ തീവ്രമായ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുകയും മുസ്ലിം വിരോധം വമിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പം എന്തായാലും അവസാനം വൻ ട്വിസ്റ്റിന്റെ ഭാഗമായി ഇതിങ്ങനെ വന്നിട്ടുണ്ട്. അദ്ദേഹം ആ വീഡിയോ ഒന്ന് നോക്കി കേൾക്കാം. വൃത്തികെട്ട വീഡിയോ ആണ്, കേൾപ്പിക്കാത്തതാണ്. അതിൽ ഉള്ള സ്ഥലത്തെല്ലാം ബീപ്പടിച്ച് നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താണ് ഇയാൾ പറയുന്നത്. വെള്ളിയാഴ്ച ദിവസം തന്റെ തല വെട്ടിരിക്കുക. നരേന്ദ്രമോദിയെ മൈതാന്റെ തല ഇറക്കൂടാ. കള്ളപ്പോൻ തന്റെ തല വെട്ടടാ. വെള്ളിയാഴ്ച ദിവസം തന്റെ തല വെട്ടിരിക്കുക. വെള്ളിയാഴ്ച ദിവസം തല വെട്ടിയിരിക്കും നരേന്ദ്രമോദിയുടെ എന്ന് പറയുന്നു. അപ്പൊ യഥാർത്ഥ ട്വിസ്റ്റ് എന്താ? ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആ വാർത്തയും കൂടെ വായിക്കാം. ഇതാണ് ആ മനുഷ്യൻ. പ്രധാനമന്ത്രി മോദിയെ വധിക്കുമെന്ന് ഭീഷണി. മലപ്പുറം സ്വദേശി മിഥുൻ രാജ് എന്ന ആളാണ് ഇയാളാണ് ആൾ. കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഇയാൾ വെള്ളിയാഴ്ച തന്നെ മോദിയുടെ തല ഇറക്കുമെന്ന് പറയുന്നത്. ഇയാൾക്ക് മാനസികാരോഗ്യത്തിന് പ്രശ്നമുണ്ടെങ്കിലും ഭ്രാന്തനാണെങ്കിലും മാനസിക അസ്വസ്ഥ ഉണ്ടെങ്കിലും വെള്ളിയാഴ്ച തന്നെ തല ഇറക്കുമെന്ന് പറഞ്ഞത് ദുസ്സൂചനകളോടെയാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ മറ്റേ നാസയിലോ റോക്കറ്റ് സയൻസോ ഒന്നും പഠിക്കണ്ട. പ്രധാനമന്ത്രി മോദിയെ വഹിക്കുമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഭീഷണി മുഴക്കിയ യുവാവ് പരപ്പനങ്ങാടി കുപ്പിവളവിൽ സ്വദേശി മിഥുൻ രാജാണ് എന്ന് തിരിച്ചറിഞ്ഞു. നേരത്തെ സംഘപരിവാർ സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്ന മിഥുൻ രാജ് പ്രദേശവാസികൾ പറയുന്നത് ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടെന്നാണ്. തീർച്ചയായിട്ടും ഈ തീവ്ര വർഗീയത ഒരു മാനസിക അസ്വാസ്ഥ്യമാണ്. പ്രധാനമന്ത്രിയെ വെള്ളിയാഴ്ച ദിവസം തലയിറക്കുമെന്നായിരുന്നു ഇയാളുടെ ഭീഷണിയുള്ളത്. അപ്പൊ ഇയാളുടെ വീഡിയോ വന്നതിന് ശേഷം പല ആൾക്കാരും അതിശക്തമായി നമ്മുടെ വലതുപക്ഷ അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷ ഹാൻഡിലുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തം എന്നൊക്കെ, പ്രധാനമന്ത്രിയെ വെള്ളിയാഴ്ച വധിക്കും, സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തം എന്ന് പറയുന്നുണ്ട്. അതായത് ഇവർ നേരിട്ട് മുസ്ലിം എന്ന് പറയില്ല, വളഞ്ഞ വഴിയിലെ മുസ്ലിം എന്ന് പറയും, അവർ എന്നൊക്കെ പറയും. അവസാനം പ്രധാനമന്ത്രിക്ക് എതിരെയുള്ള വധഭീഷണി മുഴക്കിയ ആൾ യഥാർത്ഥത്തിൽ ഈ മിഥുൻ രാജ് എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാളുടെ ലുക്ക് പോലും അത് മിടുക്കനാണെന്ന് തോന്നുന്നു, ആൾ വളരെ കഴിവുള്ളവനാണെന്ന് തോന്നുന്നു. ആ ലുക്കിൽ പോലും ഒരു ഡിഫറൻസ് ഒക്കെ വരുത്തി പുള്ളി ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒരു നമ്പറാണ്. ഈ ഉടായ്പ കാരണമൊന്നും ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ്. അതായത് എന്ത് പറ്റും, ഈ ഹിന്ദുത്വരുടെ പ്രശ്നം എന്താ അറിയാവോ? ഹിന്ദുത്വർക്കും ഇവരെ പോലുള്ളവരുടെയും പ്രശ്നമെന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് എപ്പോഴും ഒരു ശത്രു വേണം, ഒരു എതിരാളി വേണം. അത് മുസ്ലിം ആകാം, ക്രിസ്ത്യാനി ആകാം, കമ്മ്യൂണിസ്റ്റുകാരനാകാം. എപ്പോഴും അപ്പുറത്ത് ആരെങ്കിലും ഉണ്ട്, നമ്മളെ ആക്രമിക്കാൻ വരുന്നു നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ അപരവൽക്കരണത്തിൽ നിന്നാണ് അവർ ഊർജം സംഭരിക്കുന്നത്. ഇതാണ് അതിൻ്റെ അടിസ്ഥാന പ്രശ്നം. എന്തായാലും മോദിജി സേഫാണ്. പക്ഷേ മോദിജി അറിയേണ്ടത് അവരുടെ വിശാല ക്യാമ്പിലെ തീവ്ര സ്വരക്കാർ അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റുകൾ, ഹാർഡ് ലൈനേഴ്സ് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ സീരിയസ് ആയൊരു വാർത്ത കൂടെ പറയാം. നരേന്ദ്രമോദിജി ഭരണത്തിൽ കയറി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പ് വന്നത് ഈ എക്സ്ട്രീം റൈറ്റ് വിങ്ങിൻ്റെതാണ്. അതായത് ഇത് 2015 ഏകദേശം 10 വർഷം മുമ്പുള്ളൊരു വാർത്തയാണ്. PM മോദി ഈസ് ഫേസിംഗ് ത്രെറ്റ് ഫ്രം റൈറ്റ് വിങ് ഫണ്ടമെന്റലിസ്റ്റ്. അതായത് തീവ്ര വലതുപക്ഷവാദികളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. പ്രധാനമന്ത്രി ഒരു ബാലൻസ്ഡ് സെന്റർ റൈറ്റ് പൊസിഷൻ എടുത്തു പോകുന്നതിന് ഇവരുടെ ഭാഗത്തു നിന്നാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. ഡൽഹി പോലീസിന്റെ ത്രെറ്റ് പെർസെപ്ഷൻ ആൻഡ് സെക്യൂരിറ്റി സിനാരിയോ എന്നുള്ളതാണ്. അവർ പറയുന്നത് എക്സ്ട്രീം റൈറ്റ് വിങ് ഫണ്ടമെന്റലിസ്റ്റുകളാണ് നരേന്ദ്രമോദിക്കെതിരെ ഏറ്റവും പ്രവർത്തിക്കുന്നതെന്നാണ്. എൻ്റെ കാര്യം ഇത് തന്നെയാണ്. വേറൊന്നും കൊണ്ടല്ല, ഇവർക്ക് സമൂഹത്തിൽ കലാപം വേണം, പ്രശ്നം വേണം, വർഗീയത വേണം, വിദ്വേഷം വേണം, എന്നാൽ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ. അപ്പോൾ എന്തായാലും മിഥുൻ രാജിന് മാനസിക അസ്വാസ്ഥ്യത്തിനും ചികിത്സ കിട്ടട്ടെ, അതോടൊപ്പം വർഗീയതയ്ക്കും ചികിത്സ കിട്ടട്ടെ. വർഗീയതയില്ലാത്ത മതസൗഹാർദ്ദമുള്ള ഗാന്ധിയനായ നല്ല ഇന്ത്യക്കാരായി നമുക്ക് ഏവർക്കും മാറാൻ കഴിയട്ടെ. ജയ് ഹിന്ദ്.